ഫാറ്റി ലിവറാണോ പ്രശ്നക്കാരൻ? പരിഹാരമുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഫാറ്റി ലിവർ ഡിസീസ്. സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്കാണ് രോഗസാധ്യത കൂടുതൽ. പോഷകക്കുറവും ജീവിതശൈലിയും രോഗസാധ്യത കൂട്ടും. രാവിലത്തെ ദിനചര്യകളിൽ മാറ്റം വരുത്തുന്നത് രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. കരളിന് ആരോഗ്യമേകുന്ന പ്രവർത്തികൾ ചെയ്ത് ദിവസം തുടങ്ങുന്നത് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെ തടയാനും കരളിൻ്റെ പ്രവർത്തനവും മൊത്തത്തിലുള്ള ആരോഗ്യവും മെച്ചപ്പെടുത്താൻ സഹായിക്കും. കുടിക്കാം ചൂട് നാരങ്ങാ വെള്ളം. നാരങ്ങാ വെള്ളത്തിൽ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളമുണ്ട്. ഇത് കരളിലെ വിഷാംശങ്ങളെ നീക്കാൻ സഹായിക്കും. വെറും വയറ്റിൽ ചൂട് നാരങ്ങാ വെള്ളം കുടിക്കുന്നത് പിത്തരസത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. കൊഴുപ്പിൻ്റെ ദഹനത്തിന് ഇത് സഹായിക്കുകയും അങ്ങനെ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെ തടയുകയും ചെയ്യും. പകുതി നാരങ്ങ പിഴിഞ്ഞ് അതിൽ 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് രാവിലെ കുടിക്കാം. പഞ്ചസാരയോ തേനോ ചേർക്കാതെ കുടിക്കുന്നത് ഗുണങ്ങൾ വർദ്ധിപ്പിക്കും. യോഗ. രാവിലെ യോഗയോ സ്ട്രെച്ചിങ്ങോ ചെയ്യുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിക്കും. കൊഴുപ്പിൻ്റെ ഉപാപചയ പ്രവർത്തനം നടത്താനുള്ള കരളിൻ്റെ കഴിവ് മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഭുജംഗാസനം, അർദ്ധമത്സ്യേന്ദ്രാസനം തുടങ്ങിയവ കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. വ്യായാമവും യോഗയും ചെയ്യുന്നത് വഴി കരളിലെ കൊഴുപ്പ് കുറയുകയും ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയും ഉപാപചയ പ്രവർത്തനവും മെച്ചപ്പെടുത്തുകയും ചെയ്യും. ദിവസവും രാവിലെ 10-15 മിനിറ്റെങ്കിലും യോഗയോ സ്ട്രെച്ചിങ്ങോ ചെയ്യുന്നത് ആരോഗ്യമേകും. പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ഉപാപചയ പ്രവർത്തനം സാവധാനത്തിലാക്കി ഫാറ്റി ലിവർ ഗുരുതരമാക്കും. നാരുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ലീൻ പ്രോട്ടീൻ തുടങ്ങിയവ ധാരാളം അടങ്ങിയ പ്രഭാത ഭക്ഷണം കരളിലെ കേടുപാടുകൾ പരിഹരിക്കാനും കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കും. ഓട്സ് ഒപ്പം ചിയ സീഡ്സ്, ഒരു പിടി നട്ട്സ്, ബെറിപ്പഴങ്ങൾ, ഗ്രീൻ ടീ ഇവ മികച്ച ഭക്ഷണങ്ങളാണ്. കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന പോഷകങ്ങളും ഒമേഗ-3 ഫാറ്റി ആസിഡും ഇവയിലുണ്ട്. പഞ്ചസാര കൂടുതൽ അടങ്ങിയ സിറിയലുകൾ, പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ ഇവ കരളിന് ദോഷം ചെയ്യും എന്നതിനാൽ ഒഴിവാക്കാം. കുടിക്കാം പച്ചക്കറി ജ്യൂസ്. വേവിക്കാത്ത പച്ചക്കറികൾ കൊണ്ടുള്ള ജ്യൂസ്, പ്രത്യേകിച്ചും ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ചീര ഇവയിൽ ധാരാളം പോഷകങ്ങളുണ്ട്. മാത്രമല്ല ഇവ കരളിനെ ശുദ്ധിയാക്കുകയും കൊഴുപ്പിനെ കുറയ്ക്കുകയും ചെയ്യും. ഈ പച്ചക്കറികളിൽ ബീറ്റയിൽ നൈട്രേറ്റുകൾ ഇവയുണ്ട്. ഇവ രക്തചംക്രമണത്തിനും വിഷാംശങ്ങളെ നീക്കാനും സഹായിക്കും. 2024 നടത്തിയ ഒരു പഠനം അനുസരിച്ച് പച്ചക്കറികളും പഴങ്ങളും ആരോഗ്യകരമായ രീതിയിൽ കൂടുതൽ കഴിക്കുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് വരാനുള്ള സാധ്യത കുറയ്ക്കും. പച്ചക്കറികൾ വെള്ളം ചേർത്ത് അരച്ച് അവയിൽ അല്പം ഇഞ്ചി കൂടി ചേർത്ത് ജ്യൂസ് തയ്യാറാക്കാം. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഇതിലൂടെ ലഭിക്കും. രാവിലെ നാരങ്ങാ വെള്ളം കുടിച്ച് അരമണിക്കൂറിന് ശേഷം ഈ ജ്യൂസ് കുടിക്കാവുന്നതാണ്. ഒഴിവാക്കാം കാപ്പി. രാവിലെ കാപ്പിക്കു പകരം ഡാൻഡലിയോൺ ചായ കുടിക്കാം. ഇതൊരു നാച്ചുറൽ ഡീടോക്സിഫയർ ആണ്. കരളിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. പിത്തരസത്തിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനും വിഷാംശങ്ങളെ നീക്കാനും സഹായിക്കുന്ന രാസവസ്തുക്കൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഡാൻഡലിയോൺ ചായ ഓക്സീകരണ സമ്മർദ്ദം കുറയ്ക്കുകയും കരളിലെ കോശങ്ങളുടെ പുനരുജ്ജീവനത്തിന് സഹായിക്കുകയും ചെയ്യും. ഡാൻഡലിയോൺ വേരുകളോ ഓർഗാനിക് ടീ ബാഗുകളോ ഉപയോഗിച്ച് ചായ തയ്യാറാക്കാം. പ്രഭാത ഭക്ഷണത്തിനു മുൻപേ ചൂടോടെ ഈ ചായ കുടിക്കാം. ഇത്തരം ആരോഗ്യപരമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക.